നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്തു തുടങ്ങി. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിതരണം നടക്കുന്നത്. 7 പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലുമായി ആകെയുള്ളത് 263 പോളിംഗ് ബൂത്തുകളാണ്. അരുൺ അമർനാഥ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. അരുൺ, പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുകയാണ്. ക്രമീകരണങ്ങളെല്ലാം ഈ ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച തലത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. ആകെ 263 പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. അത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ നേരത്തെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി 59 പുതിയ ബൂത്തുകൾ കൂടി ചേർക്കപ്പെട്ടത്. അങ്ങനെ 263 ബൂത്തുകൾ, അതിൽ 11 പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ട് പോലീസ് സേനയെ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ ഭരണകൂടം വിലയിരുത്തി. ഇനി എന്തായാലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം അത് ഉച്ചയോടുകൂടി തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2021 2,32,000 വോട്ടർമാരാണ് ഉണ്ടായത്. അതിൽ 7,000 വോട്ടറുകൾ കൂടി പുതുതായി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. സ്ത്രീ വോട്ടർമാരുടെയും പുരുഷ വോട്ടർമാരുടെയും ട്രാൻസ്ജെൻഡർ വോട്ടർമാരുടെയും ഒക്കെ കൃത്യമായ കണക്ക് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ 5-ാം തീയതി തന്നെ അത് പുറത്തുവിട്ടതുമാണ്. അപ്പോൾ ഇനി അവസാനഘട്ട ഒരുക്കങ്ങളാണ്, സുരക്ഷാ ക്രമീകരണങ്ങൾ. നിലമ്പൂർ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ കൃത്യമായ സുരക്ഷാ വിന്യാസവും സംവിധാനങ്ങളും എല്ലാം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്നത്. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.